നമസ്കാരം. ഈ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരാളെയും വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത ഇന്ന് രാവിലെ കേൾക്കാനിടയായി. ചോര കുടിക്കുന്ന അട്ടകണക്കെ പിണറായി സർക്കാർ എങ്ങനെയാണ് നമ്മുടെ നികുതി പണം ഊറ്റിക്കുടിച്ചത് എന്നതിൻ്റെ ഉദാഹരണമാണിത്. കഴിഞ്ഞ സർക്കാരിന്റെ, അതായത് LDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഒരു പുതിയ തസ്തിക ആയിരുന്നു ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി എന്നത്. സമ്പത്ത് ഉൾപ്പെടെ അത്തരം പദവികൾ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ KV തോമസ് ആയിരുന്നു LDF സർക്കാരിന് വേണ്ടി ഡൽഹിയിൽ കേരളത്തിന് വേണ്ടി പ്രതിനിധിയായി ചുമതലയേറ്റിരുന്നത്. ഇപ്പോഴിതാ വിവരാവകാശ പ്രകാരം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം ഈ ഒരു പോസ്റ്റിലേക്ക് എന്തിനാണ് ഈ പോസ്റ്റ്, എന്താണ് ഉത്തരവാദിത്തം, ഇതുകൊണ്ടുണ്ടായ നേട്ടം എന്ത് എന്നൊക്കെ രാഷ്ട്രീയമായ ചോദ്യം പലയാവർത്തി ഉയർന്നു വന്നതാണ്. ഇപ്പോഴിതാ ഒരു പോസ്റ്റിന് വേണ്ടി, ഒരു പദവിക്ക് വേണ്ടി നൽകിയ ചെലവ്, പ്രത്യേകിച്ച് KV തോമസ് UDFന്റെ പ്രതിനിധിയായിരുന്നു എന്ന് നമുക്കറിയാം. UDFന്റെ പ്രതിനിധിയായിരുന്നു എന്ന് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരാ. എന്തെല്ലാം പദവികളാണ് കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നപ്പോൾ KV തോമസിന് കിട്ടിയത് എന്ന് നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. അതായത് 84 മുതൽ 96 വരെ ലോക്സഭാ മെമ്പറായിരുന്നു. 84, അതായത് 84 ലോക്സഭാ തിരഞ്ഞെടുപ്പ്, 89, 91, 96, അതായത് 96 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പുള്ളി പരാജയപ്പെട്ടു. അപ്പം 84 മുതൽ 96 വരെ 12 വർഷം പുള്ളി ലോക്സഭ മെമ്പറായിരുന്നു. അത് കഴിഞ്ഞ് 96 പരാജയപ്പെട്ടപ്പോൾ 2001 പുള്ളിക്ക് വീണ്ടും കോൺഗ്രസ് അവസരം കൊടുത്തു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ. അന്ന് പുള്ളി എറണാകുളത്ത് നിന്ന് ജയിച്ചു. 2001 മുതൽ 2006 വരെ MLA മാത്രമല്ല മന്ത്രിയുമായിരുന്നു. ആൻ്റണി മന്ത്രിസഭയുടെ കാലത്ത് പുള്ളി മന്ത്രിയുമായിരുന്നു. അത് കഴിഞ്ഞ് 2006 വീണ്ടും പുള്ളിക്ക് അവസരം ലഭിച്ചു, വീണ്ടും ജയിച്ചു MLA ആയിട്ട്. 2006 മുതൽ 2009 വരെ പുള്ളി MLA ആയിരുന്നു. MLA ആയിരുന്നപ്പോൾ തന്നെ പുള്ളിക്ക് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള അവസരം ലഭിച്ചു. 2009 പുള്ളി ജയിച്ചു. 2009 മുതൽ 2019 വരെ വീണ്ടും പുള്ളി MP ആയി. അതായത് 14 വീണ്ടും അവസരം കിട്ടി. അങ്ങനെ 10 വർഷം MP ആയി. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം 2011 2014 ഇടയ്ക്ക് കേന്ദ്ര സഹമന്ത്രിയാവാനുള്ള ഒരു അവസരവും പുള്ളിക്ക് ലഭിച്ചു. അതായത് 8 തവണയാണ് പുള്ളിക്ക് മത്സരിക്കുവാൻ കോൺഗ്രസ് സീറ്റ് കൊടുത്തത്. അതിൽ 7 തവണ പുള്ളി ജയിച്ചു. 5 തവണ ലോക്സഭയിലും 2 തവണ നിയമസഭയിലും. ഇത്രയും അവസരങ്ങൾ ലഭിച്ച ഒരാളാണ് പിന്നീട് അവസരം ലഭിക്കാത്തതിൻ്റെ പേരിൽ മറ്റൊരു ഓഫർ മറ്റൊരു പാർട്ടിയിൽ നിന്ന്, എതിർ പാർട്ടിയിൽ നിന്ന്, അതായത് കോൺഗ്രസ് എന്നും കേരളത്തിൽ ഒരു ഒപ്പോണൻ്റായിട്ട് കാണുന്ന, എതിരാളിയായിട്ട് കാണുന്ന CPMൽ നിന്നൊരു ഓഫർ കിട്ടിയപ്പോൾ പുള്ളി നൈസായിട്ട് മറുകണ്ഠം ചാടിയത്. അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഇത്രയും വലിയൊരു രാഷ്ട്രീയ വഞ്ചന ചെയ്തിട്ടുള്ള ഒരു നേതാവുണ്ടോ എന്നത് എനിക്ക് സംശയമാണ്. ബാക്കി കേൾക്കാം. കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്, MP ആയിരുന്ന ആളാണ്, MLA ആയിരുന്ന ആളാണ്, മന്ത്രിയായിരുന്ന ആളാണ്. അങ്ങനെ എത്രയോ കാലം ജനപ്രതിനിധിയായിരുന്ന, അതിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കൈപ്പറ്റുന്ന ഒരാളായിരുന്നു KV തോമസ്. അങ്ങനെയുള്ള KV തോമസ് രാഷ്ട്രീയമായി മറുകണ്ഠം ചാടിയതിനുള്ള ഒരു അക്കോമഡേഷൻ എന്ന് തന്നെ പറയാവുന്ന പദവി എന്ന് പലരും വിമർശിച്ച ആ പദവിയിലിരിക്കെ KV തോമസിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പദവിക്ക് വേണ്ടി ചെലവാക്കിയ തുക എന്നത് 1 കോടിയിൽ അധികം ആണ് എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ചിട്ടുള്ള, വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി എന്നതാണ്. കേട്ടല്ലോ, എങ്ങനെയാണ് പിണറായി സർക്കാർ നമ്മളെയൊക്കെ ഊറ്റിക്കുടിച്ചത്, നമ്മുടെ നികുതി പണം ഊറ്റിക്കുടിച്ചത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. എന്ത് പ്രതിബദ്ധതയാണ് ഇതുപോലെയുള്ള നേതാക്കൾക്ക് ജനങ്ങളോടുള്ളത്. KV തോമസിനെ പോലെയുള്ള ആളുകളെയൊക്കെ ഇതുപോലെ അരിയിട്ട് വാഴിക്കുവാൻ പിണറായി വിജയന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് ഒരു തരിമ്പ് പോലും പ്രതിബദ്ധത ജനങ്ങളോട് ഇല്ല എന്നതിൻ്റെ തെളിവാണ്. അല്ലെങ്കിൽ 1 കോടിയോളം രൂപ, എന്ത് മഹത്തരമായ സേവനമാണ് KV തോമസ് ഈ ഒരു 3 വർഷം കൊണ്ട് ജനങ്ങൾക്ക് നൽകിയത്? അത് പിണറായി വിജയനാണ് വ്യക്തമാക്കേണ്ടത്. വെറും അതായത് പുള്ളിയെ CPMലേക്ക് എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഓഫർ ചെയ്ത ഒരു പോസ്റ്റാണത്. എന്തൊരു അവസ്ഥയാണിത്! ഇതൊക്കെ എങ്ങനെ, നമുക്ക് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതൊക്കെ എങ്ങനെയാണ് ഒരു നിർവികാരമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നത്? നമ്മളിലൊക്കെ ഒരു പൗരബോധമുള്ളത് കൊണ്ടും നമ്മളൊക്കെ ഈ നാടിനെ സ്നേഹിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനത്തെ വാർത്തകൾ കാണുമ്പോൾ അങ്ങേയറ്റത്തെ ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നത്. ഇനിയെങ്കിലും ഇതൊരു റിക്വസ്റ്റാണ്, ഇനിയെങ്കിലും
ഇതുപോലെയുള്ള വൃത്തികേടുകൾ ജനങ്ങളോട് ചെയ്യാതിരിക്കുവാനുള്ള മാന്യത, അതിനുള്ള ഒരു മര്യാദ ഭരണാധികാരികൾ കാണിക്കണം. നിങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുന്നവരായി മാറരുത്.